തഞ്ചത്തില് തഞ്ചത്തില് നെഞ്ചിലെ ജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാരച്ചാക്കുകൾ തട്ടി മറിച്ചിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂക്കായിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ബേസിക്കലി ഞാൻ അങ്ങനെ ഓവർ മേക്കപ്പിനോട് താല്പര്യപ്പെടുന്ന ആളല്ല, സിമ്പിൾ മേക്കപ്പിനോട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതാകുമ്പോൾ നമുക്ക് അത്ര ടയർഡ്നെസ് തോന്നിക്കില്ല നമ്മുടെ ഫേസിന്. അപ്പോൾ കീപ്പ് ഇറ്റ് സിമ്പിൾ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇന്ന് നമ്മൾ ടൗൺ വരെ പോകാമെന്ന് വെച്ച്. അപ്പോൾ അതിന് പറ്റിയൊരു മേക്കപ്പ് വളരെ ലൈറ്റ് വെയിറ്റ്. നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് സിമ്പിൾ മേക്കപ്പ് വീഡിയോയാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ കളർമേൻ്റെയാണ് കേട്ടോ. ഇത് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരു കൂൾ ടെക്സ്ചറാണ് കേട്ടോ, ലൈക്ക് നല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അധികം അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നമ്മളെ സ്കിന്നിനോട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ലൈക്ക് ഒരു വാട്ടറി ടെക്സ്ചറാണ് കേട്ടോ. അത് നമ്മളെ ഫേസിന് മൊത്തം ഇട്ട് കൊടുക്കാം. സോ ഇത് നല്ലോണം നമുക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ എല്ലായിടത്തും നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ ടേക്ക് ചെയ്യുന്നത് വാസ്ലീൻ്റെ തന്നെ ലിപ് ബാം ആണ് കേട്ടോ. വാസ്ലീൻ നമുക്ക് നല്ലോണം ചുണ്ടിട്ട് തേച്ചെടുക്കാം. സംഭവം ലാസ്റ്റ് നമ്മളെല്ലാം മുൻചായി നല്ല റെഡി ആയിട്ട് നിൽക്കുന്ന ടൈമിന് ചുണ്ട് കാണുമ്പോൾ ഫുൾ പൊട്ടിയിട്ടുണ്ടാവും. അതില്ലാണ്ടിരിക്കാൻ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു വാസ്ലീനോ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ട് ചുണ്ട് സെറ്റാക്കി വെക്കാൻ. അപ്പോൾ പിന്നെ നമുക്ക് ലേറ്റർ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾ മോയ്സ്ചറൈസർ ബേസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് LA ഗേൾസിൻ്റെ ഒരു കളർ കറക്റ്ററാണ്, ഓറഞ്ച് കളർ കറക്റ്റർ. കാരണം മെയിൻലി എനിക്ക് വരുന്നത് ഈ അണ്ടർ ഐയിലുള്ള ഒരു ഡാർക്ക്നെസ് ആണ് കേട്ടോ. അതിങ്ങനെ ഡാർക്കായിട്ട് കിടക്കും, അത് കവർ ചെയ്യലാണ് മെയിൻ. പിന്നെ ലൈക്ക് ഈ സ്പോട്ട്സ് ഉണ്ടാവും, ലൈക്ക് ഡാർക്ക് സ്പോട്ട് എവിടെയെല്ലാം നമ്മൾ ഫേസിനുള്ളത് നമുക്ക് അവിടെയെല്ലാം ഇതായി കൊടുക്കും. ഓക്കെ, നമുക്ക് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഞാൻ അങ്ങനെ എന്താ പറയുക, ഓവർ ബ്രഷിനോട് അങ്ങനെ യൂസ് ചെയ്യലില്ല. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് എനിക്ക് അങ്ങനെ തന്നെ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് എന്താ പറയുക ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ഫീലാണ്. ഓക്കെ, നമ്മൾ നല്ലോണം എല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മി 925ൻ്റെ സ്കിൻ സ്റ്റൈലിഷ് കളക്ഷൻ. ലൈക്ക് ഇതാണ് കേട്ടോ 925ൻ്റെ CC ക്രീം. ആക്ച്വലി പണ്ട് ഇതല്ലേനും വേറൊരു ട്യൂബിനും, അപ്പോൾ അതേനെ ഞാൻ യൂസ് ചെയ്യില്ല. ഇപ്പോൾ ചെറിയൊരു ഡോപ്പ് മാത്രം തൊട്ടിട്ടുള്ളൂ, ഓവർ വേണ്ട, അത് മതി. നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് മേക്കപ്പ് നമ്മൾ ചെയ്യാനെല്ലാം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇത്ര യൂസ് ചെയ്താൽ മതി. നമുക്ക് ടൈനി ഡോട്ട്സ് വെച്ച് കൊടുക്കാം. എല്ലായിടത്തും കത്തിനും വെച്ച് കൊടുക്കാൻ മറക്കട്ടെ. എല്ലായിടത്തും നല്ല ഡോട്ട്സ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്കിത് എന്ത് ചെയ്യാം, നേരത്തെ പോലെ തന്നെ നല്ല മഞ്ചിൽ
ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നല്ല ഈ വള്ളി ബ്ലെൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സ്കിന്ന് കണ്ടാൽ തന്നെ തിരും. സി ക്യൂട്ട്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൈനർ വരയ്ക്കാം. സോ ഐലൈനർ എടുക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നോർമൽ ഐലൈനർ. ഞാൻ ഇപ്പോൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐലൈനർ വരച്ചതിന് ഐലൈനർ പുറത്തേക്ക് പോകാൻ എനിക്കിഷ്ടം. ഇങ്ങനെ ക്യാറ്റ് ഐലൈനർ വരക്കില്ലേ, ഇങ്ങനെ വരക്കില്ലേ, ആ സാധനം എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമായി. ഇന്നത്തെ തീയതി എനിക്കത് വരയ്ക്കാൻ പറ്റിക്കില്ല, ഒരിക്കലും കറക്റ്റായിട്ട് കിട്ടത്തില്ല. സോ ഞാനത് ചെയ്യുന്നത് വെച്ചാൽ അത് കൊളാൻ എടുക്കാൻ കറക്റ്റായിട്ട് എത്തുമ്പോൾ തന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് പൊക്കിക്കളയും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയി പെർഫെക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ മസ്കാര എടുക്കുന്നുണ്ട്. ഈ മസ്കാര ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വരയ്ക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ ഐബ്രോ പെൻസിൽസ് അങ്ങനെയൊന്നും യൂസ് ചെയ്തില്ല. ഇത് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ലൈറ്റ് ഈ ഭാഗത്തേക്ക് അധികം ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് നമ്മൾ ഫേസ് നിർത്താനിക്കും. സോ ഈ ലൈറ്റ് ലാസ്റ്റ് ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് കൊടുക്കാൻ ചെറുങ്ങനെ. ചെയ്തോ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ല, ആ രീതിയിൽ ജസ്റ്റ് ചെറിയ രീതിയിൽ ചെയ്താൽ മതി. സോ ഇപ്പം ഏകദേശം ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിപ് ലൈനർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാർസിൻ്റെ എക്സോട്ടിക് ബ്രൗൺ കേട്ടോ. മാർസിൻ്റെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതിന് മുന്നേ നമ്മൾ ചുണ്ടിൽ നമ്മൾ നേരത്തെ വാസ്ലിൻ തേച്ചിട്ടില്ലേനോ ആ സാധനം മൊത്തം മയച്ചാലാക്കണം. നല്ലവണ്ണം മയക്കണം കേട്ടോ. കാരണം ആ ഒരു ഓയിലി ടെക്സ്ചറിലേക്ക് ആ ഒരു ബാം നമ്മളെ ചുണ്ടിലുണ്ടെങ്കിൽ നമ്മൾ മേക്കപ്പ് വേഗം തന്നെ ലിപ്സ്റ്റിക്ക് വേഗം തന്നെ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇനി നമുക്ക് ലിപ് ലൈനർ വരക്കാം. ഓക്കെ, എനിക്ക് ഈ ലിപ് ലൈനർ ഉള്ളിലേക്ക് ഇടാനും കുറച്ച് ഇഷ്ടമാണ്. ഒരു പെർഫെക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ, ഗിവ് മീ മൊച്ച. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. വേറെ ഞാൻ ഈ ലാക്മീൻ്റെ യൂസ് ചെയ്യലുണ്ട്. ലാക്മീൻ്റെ ചായ പിന്നെ ഇത് യൂസ് ചെയ്യലുണ്ട്. ബട്ട് എനിക്ക് ഇതാണ് പേഴ്സണലി ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെടുത്തിട്ട് നമുക്കിത് ഇടാം.
ആക്ച്വലി ഞാൻ പറയുന്ന കേട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബ്രഷില്ല, ഈ ഒരു ഇങ്ങനെയുള്ള ബ്രഷ്, ഇതിന് നോർമലി നമ്മൾ ലിപ് ലൈനർ യൂസ് ചെയ്യേണ്ടെന്ന് പറയും. കാരണം നമുക്ക് ഇതിൻ്റെ ലൈനിങ് അനുസരിച്ചിട്ട് നമുക്ക് തന്നെ ലിപ് ലൈനറിൻ്റെ എഡ്ജസ് എല്ലാം വരക്കാം. സോ ഇനി നെക്സ്റ്റ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യില്ല, നമ്മളെടുത്തുള്ള സാധനം തന്നെ എന്ത് ചെയ്യാം, ഈ ലിപ്സ്റ്റിക്ക് എന്നെടുത്തിട്ട് ജസ്റ്റ് ഒരു ലൈനപ്പ് ആയിട്ട് ഇങ്ങനെ വരക്കും. എവിടെയെല്ലാം നിങ്ങൾക്ക് ബ്ലഷ് യൂസ് ചെയ്യണമെന്ന് തോന്നുന്നത് ആ സ്ഥലത്തേക്കെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ലുക്സ് സോ ഫണ്ണി റൈറ്റ്. നൗ ബ്ലെൻഡ് ഇറ്റ്. ഓക്കെ, ഇപ്പം നമുക്ക് ബ്ലഷ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടാൽ തിരിയും. സി വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്, മേക്കപ്പ് തീർന്ന് റെഡിയായി. ഈ ഒരു ലൈറ്റ് വെയിറ്റിൽ നമുക്ക് വളരെ ക്യുക്കായിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് റെഡിയാവും. നൗ സി, മിനിമം എഫേർട്ട് യൂസ് ചെയ്ത് മിനിമം ഐറ്റംസ് വെച്ചിട്ട്, ലൈക്ക് നമ്മളെടുത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ക്യുക്കായിട്ട് ഇങ്ങനെ റെഡി ചെയ്യാൻ പറ്റും. നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ, ക്ലാസ്സിന് പോകുമ്പോൾ എല്ലാം നമുക്കിതുപോലെ ക്യുക്കായിട്ട് റെഡി ചെയ്യാൻ പറ്റും. ഓവർ കേക്ക് ഫീലിങ്സ് മേക്കപ്പ് ഇട്ട് നമ്മൾ ലോങ് ക്ലാസ് ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെ എന്താ പറയുക, ഭയങ്കര കേക്കി ആയിട്ടും നമ്മൾ കുറച്ച് ഇങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന ടൈമിലെല്ലാം നമുക്ക് തന്നെ ഒരു ഓവറായിട്ടുള്ള ഫീൽ ചെയ്യും. ബട്ട് ഇത് ഭയങ്കര ലൈറ്റാണ്, സോ നമ്മളെപ്പോൾ ഒരു ഫ്രഷ് ഫീലായിട്ട് നിൽക്കും. സോ ഐ ഹോപ്പ് യു ഓൾ ഗൈസ് എൻജോയ് മൈ വീഡിയോ. സോ until then, see you in my next video. Bye. തക്കത്തില് തന്നിട്ട് പോയതെന്ത്